സ്വപ്നങ്ങളും ഓർമ്മകളും ബാക്കിയാക്കി മിഥുൻ മടങ്ങി. കണ്ടുനിന്നവരെല്ലാം കണ്ണീർ തുടയ്ക്കാൻ പാടുപെടുന്ന കരളലിയിക്കുന്ന കാഴ്ചയായിരുന്നു വിളന്തറയിലെ മിഥുന്റെ വീട്ടിൽ കണ്ടത്. പ്രിയമകനെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തിയപ്പോൾ നിയന്ത്രണങ്ങൾ പലപ്പോഴും പാളിപ്പോയി. മിഥുൻ യാത്രയായപ്പോൾ വിളന്തറ ഗ്രാമം അക്ഷരാർത്ഥത്തിൽ വിതുമ്പുകയായിരുന്നു. തേവലക്കര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റു മരിച്ച 7ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന് നാട് ഒന്നായി യാത്രാമൊഴിയേകി. എല്ലാ ആദരവുകളും ഏറ്റുവാങ്ങി ഒരു നോവായി മിഥുൻ ഓർമ്മയായപ്പോൾ ഇടിഞ്ഞു വീഴാറായ വീടിന്റെ ചുമരിൽ മിഥുൻ വരച്ച ചിത്രങ്ങൾ ബാക്കിയായി. മതപരമായ ചടങ്ങുകൾ പൂർത്തീകരിച്ച് വീടിനടുത്തൊരുക്കിയ ചിതയിലേക്ക് മിഥുന്റെ ഭൗതികദേഹം മാറ്റി. 4:30 അനുജൻ സുജിൻ ചിതയ്ക്ക് തീ കൊളുത്തിയതോടെ മിഥുൻ കണ്ണീരോർമ്മയായി. വിദേശത്തായിരുന്ന അമ്മ സുജ രാവിലെ നെടുമ്പാശ്ശേരിയിലെത്തി. ഉച്ചയോടെയാണ് വീട്ടിലെത്തിയത്. കൊല്ലത്തെ വീട്ടിലേക്കെത്താൻ സുജയ്ക്ക് പോലീസ് സഹായമൊരുക്കിയിരുന്നു. ശാസ്താംകോട്ട ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിൽ നിന്ന് മിഥുന്റെ ഭൗതിക ശരീരം പ്രത്യേക ആംബുലൻസിൽ മിഥുൻ പഠിച്ച തേവലക്കര സ്കൂളിലേക്ക് കൊണ്ടുവന്നു. വന്ന വഴികളിലെല്ലാം അന്തിമോപചാരമർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് തിങ്ങിക്കൂടിയിരുന്നത്. അധ്യാപകരും കൂട്ടുകാരും ചേർന്ന് സ്കൂളിൽ നൽകിയ യാത്രയയപ്പ് ഏറെ വേദനാജനകമായിരുന്നു. വ്യാഴാഴ്ച രാവിലെ സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ കൂട്ടുകാരന്റെ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴാണ് 7ാം ക്ലാസ് വിദ്യാർത്ഥിയും പടിഞ്ഞാറേക്കല്ലട വലിയപാടം മനുഭവനിൽ മനുവിന്റെയും സുജയുടെയും മകനുമായ മിഥുൻ മനു ഷോക്കേറ്റു മരിച്ചത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.